കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പ്രതിയും ഡിവൈഎഫ്ഐ നേതാവുമായ ജിതിൻ ഭാസ്കറിന്റെ ജാമ്യ ഹർജിയിൽ കോടതി ഇന്ന് വിധി പറയും. കോഴിക്കോട് സെഷൻസ് കോടതിയാണ് വിധി പറയുക. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, കോടതി ഇതുമായി ബന്ധപ്പെട്ട് ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. നേരത്തെ ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ കാര്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കേസിന്റെ ഗതി എന്താണ്? കേസുമായി ബന്ധപ്പെട്ട് ജിതിൻ ഭാസ്കർ എന്ന ഡിവൈഎഫ്ഐ നേതാവാണ് നേരത്തെ അറസ്റ്റായത്. അദ്ദേഹം ഏതാണ്ട് 18 ദിവസത്തിലധികമായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയാണ്. പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ ചെയ്തിരുന്നു. നേരത്തെ വടകര 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യ ഹർജി നൽകിയെങ്കിലും ജാമ്യാപേക്ഷ കോടതി തള്ളുകയായിരുന്നു. ഇതേ തുടർന്നാണ് കോഴിക്കോട് ജില്ലാ കോടതിയിൽ സെഷൻസ് കോടതിയിൽ പ്രതി ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണം പൂർത്തിയായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒപ്പം വടകരയിൽ ഇത്തരം ഒരു സ്ക്രീൻഷോട്ട് പ്രചരിച്ചതിനെ തുടർന്ന് യാതൊരു തരത്തിലുമുള്ള വർഗീയ ലഹളകളോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ്. നേരത്തെ തന്നെ ഈ പോലീസ് കേസ് അന്വേഷിച്ചെങ്കിലും UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും ആ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അതുകൊണ്ട് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസായതിനാൽ ജാമ്യം നൽകണമെന്ന ആവശ്യമാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. എന്നാൽ തെളിവ് നശിപ്പിക്കുന്ന അടക്കമുള്ള ഗൗരവതരമായ കുറ്റകൃത്യം പ്രതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഫോൺ ഫോർമാറ്റ് ചെയ്ത് എവിടെ നിന്നാണ് സ്ക്രീൻഷോട്ട് എത്തിയത് അല്ലെങ്കിൽ ആർക്കൊക്കെ പങ്കുവെച്ചതെന്നൊക്കെ അടക്കമുള്ള അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു എന്നും പ്രോസിക്യൂഷൻ വാദിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ പ്രതിക്ക് ഘട്ടത്തിൽ ജാമ്യം നൽകുന്നത് കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ സ്വന്തം ഫോൺ ഫോർമാറ്റ് ചെയ്യുക എന്നാൽ അതൊരു തെളിവ് നശിപ്പിക്കലായി കണക്കാക്കാൻ കഴിയില്ല എന്നാണ് പ്രതിഭാഗം വാദിക്കുകയും ചെയ്തത്. എന്തായാലും വിശദമായി തന്നെ ഇരുഭാഗത്തിന്റെയും വാദം കോടതി കേട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വിധി പറയുക. ഒപ്പം ഈ കേസിലെ നേരത്തെ ആദ്യഘട്ടത്തിൽ പ്രതി ചേർന്ന കാസിം എന്ന MSF പ്രവർത്തകർ അല്ലെങ്കിൽ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ കൃത്യത്തിൽ പങ്കില്ല എന്ന് നേരത്തെ പോലീസ് കോടതിയിലടക്കം റിപ്പോർട്ട് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതേ തുടർന്ന് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി അല്ലെങ്കിൽ കേസിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് അറിയാം കേസിലെ പ്രധാന പ്രതിക്ക് അല്ലെങ്കിൽ 1ാം പ്രതിയായി ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന ഇതിന് അറസ്റ്റ് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നത്. ശരി അനീഷ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.